ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഒരു അടുക്കളത്തോട്ടമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൽ ഞങ്ങൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. അതിൽ വലിയ മണ്ണും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് തന്നെയാണ് ഞങ്ങൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നിറച്ച് വെച്ചിരിക്കുന്ന ബാഗുകളാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഇഞ്ചിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പം മഴക്കാലമായാലും നമുക്കതെടുത്ത് മഴയില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാമല്ലോ. വെച്ചിരിക്കുന്നത് നമ്മളിത് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്താ പറയുക, കൃഷിയോട് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഞങ്ങൾ ഇഞ്ചി കിളിപ്പിക്കാനിട്ട ഇഞ്ചിയാണ് കേട്ടോ. ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണും കുറച്ച് അങ്ങനെ കിളിപ്പിച്ചെടുത്ത ഇഞ്ചിയാണ്. ഇതാണ് നമ്മൾ പറിച്ച് വേറെ നമ്മുടെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിലേക്ക് ഗ്രോ ബാഗിൽ ഞങ്ങൾ ആദ്യം നിറയ്ക്കും നമ്മുടെ വാഴയുണ്ടല്ലോ, കൊലച്ചിട്ടും അല്ല ഒടിഞ്ഞു വീണിട്ടൊക്കെ പോയ വാഴയുടെ ആ പോള, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, തമിഴ്നാടിൻ്റെ നാട്ടിൽ ഞങ്ങൾ വാഴപ്പോള എന്നാണ് പറയുക. അതിങ്ങനെ കട്ട് ചെയ്ത് അത് കാരണം നല്ല തണുപ്പാണ്, എപ്പോഴും അതിന് നല്ല വെള്ളം നിൽക്കും, ജലാംശമുണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ സാധാ മണ്ണല്ല, അത് ശരിക്കും കരിയിലയാണ്, കമ്പോസ്റ്റ് കരിയില. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും പറമ്പിൽ കരിയില തന്നെയാണ് നമ്മൾ നിറയ്ക്കുന്നത്. മണ്ണ് ഇതിൽ അധികം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാൻ കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. അതിലേക്ക് നമ്മളെ മുളപ്പിച്ച് വെച്ച് കണ്ടിരുന്നല്ലോ ഇഞ്ചി, അത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കിഴങ്ങൊക്കെയാണ് കേട്ടോ, ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു സെക്ഷൻ മുളച്ചിട്ടുണ്ട്, ഒരു സെക്ഷൻ മുളയ്ക്കാനിരിക്കണം. അപ്പോൾ കിഴങ്ങും ഉള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ മുളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ ഉണ്ടാവും. കൃഷിയോട് താല്പര്യമുള്ളവർ കാണുക, വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ രണ്ട് നമ്മൾ ആ മുളപ്പിച്ച് ഇഞ്ചി നമ്മൾ സെറ്റ് ചെയ്ത ഗ്രോ ബാഗിലേക്ക് വെച്ചിട്ട് കുറച്ച് മണ്ണ്, അധികം മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് മണ്ണ് മതി. കാരണം നമ്മളിത് ഓൾറെഡി ഇത് എല്ലാം വളങ്ങളാണ്, പിന്നെ ഇത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിടുന്നതുകൊണ്ട് അതിലേക്ക് മണ്ണിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഇലയൊക്കെ ഉണ്ടല്ലോ, കരിയില, അതൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ 1-2 ആഴ്ച കൊണ്ട് ഒന്ന് താഴ്ന്നിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കരിയിലയും ഇതുപോലെ വാഴപ്പോളയൊക്കെ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ പുറമേ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വാഴപ്പോള കീറി വെക്കുന്നുണ്ട്. കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചൂടുകാലമല്ലേ, അപ്പോൾ തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് നല്ല നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും എപ്പോഴും അതിലൊരു തണുവിൻ്റെ ഒരു അംശം ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുക. ശകലം, അധികം ഒന്നും വേണ്ട, അത് മണ്ണിൻ്റെ ആവശ്യമില്ല. നമ്മൾ വീണ്ടും അങ്ങനെ ഗ്രോ ബാഗുകളെല്ലാം സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തതിലേക്കൊക്കെ നമ്മളങ്ങനെ ഇഞ്ചി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വെച്ച് കൊടുക്കാനുള്ളത് ചെറിയുള്ളി വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പാകി റെഡിയാക്കി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും പുറകെ ഉണ്ടാവും. അപ്പോൾ എന്തിനാ നമ്മൾ ഈ കാശ് കൊടുത്ത് വിഷങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ്. കുറച്ച് ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് ഇതുപോലെ മണ്ണില്ലെങ്കിലും പ്രശ്നമില്ലല്ലോ, ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കിക്കുക. അതിൽ നിന്ന് ഒരു കായേ കിട്ടുന്നില്ലെങ്കിലും